ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കായി സ്വാഗതം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ദേവിക പ്രഭാവതിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് നന്ദുവിനെ ഇങ്ങനെ ഹാജരാക്കുന്നത് ജയിലിലേക്ക് കൊണ്ടുപോകാനല്ല, മറിച്ച് എന്തെങ്കിലും സത്യങ്ങൾ ഇനിയും നമ്മൾ അറിയാനുണ്ടെങ്കിലും അതുപോലെ തന്നെ ഹരിസാറ് പറഞ്ഞ പോലെ ഒരു ചതിയിലൂടെയാണോ നന്ദു ഇതിലെല്ലാം പോയി പെട്ടത് എന്ന് തെളിയിക്കാൻ കൂടിയാണ്. സ്വന്തം ഭർത്താവിനെ മറ്റൊരു പെണ്ണിനൊപ്പം റിസോർട്ടിൽ കണ്ടപ്പോൾ എനിക്കും പകയുണ്ടായിരുന്നു. ആ പക ഞാൻ വീട്ടിയത് ഈ ചന്ദ്രോത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടാണ്. ഇപ്പോൾ അമ്മയോ അച്ഛനോ എന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞാലും ഞാൻ സന്തോഷത്തോടെ പോകും. പക്ഷേ അമ്മയ്ക്കും അച്ഛനും വേണ്ടി മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. പിന്നെ നന്ദുവിൻ്റെ ഇതിനെല്ലാത്തിനും കാരണം അമ്മ തന്നെയാണ്. ഒരു അമ്മ എന്ന നിലയിൽ മകൻ്റെ എല്ലാ തെറ്റിനും കൂട്ടുനിന്നു. അവസാനം എല്ലാം പറഞ്ഞിട്ട് കരഞ്ഞിട്ടും കാര്യമില്ല എന്നെല്ലാം ഇങ്ങനെ പ്രഭാവതിക്ക് നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട്. ഇതേ സമയം ഇസബെല്ല എന്നുണ്ടെങ്കിൽ നന്ദനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും തട്ടിക്കൊണ്ട് പോകണമെന്നും പിറ്റേന്ന് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല എന്ന ഉദ്ദേശത്തോടെ ആരിനൊക്കെ വിളിക്കുന്നുണ്ട്. ഋഷിയാന്നുണ്ടെങ്കിലും കുറച്ച് ഗുണ്ടകളൊക്കെ ഏർപ്പാടാക്കിയിട്ട് നന്ദനെ അവിടുന്ന് തട്ടിക്കൊണ്ട് പോവുകയാണ്. പിന്നീട് പുലർച്ചെ പ്രഭാവതി എന്നുണ്ടെങ്കിൽ നന്ദനെ തേടിയിട്ട് റൂമിലേക്ക് പോണ സമയത്ത് റൂമും എല്ലാം തന്നെ തുറന്നിരിക്കുകയാണ്. വാഷ്റൂമിലായാലും എവിടെയായാലും നന്ദനൊന്നും കാണാനില്ല. തൻ്റെ മകനെ കാണാനില്ല എന്നൊരു കാര്യം സിദ്ധാർത്ഥനെ പോയി അറിയിക്കുന്നുണ്ട്. അവനൊരിക്കലും സ്വമേധ എവിടേക്കും ഇറങ്ങിപ്പോവില്ല. എനിക്ക് എൻ്റെ മകനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി എന്നുണ്ടെങ്കിൽ കരയാണ്. ദേവിയേക്കും ഇതിൻ്റെ പുറകിൽ കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ട്. നന്ദു തന്നെയാണ് സ്വയമേലെ അവിടേക്ക് പോയിട്ട് ഹാജരാവാന്ന് പറഞ്ഞത്. അതുകൊണ്ടൊക്കെ തന്നെ എന്തായാലും നന്ദു ഇങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പാണ്. ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ നടന്നുണ്ട് എന്നൊരു കാര്യം ദേവികയായാലും ഉറപ്പിക്കുകയാണ്. അതെന്തായാലും കണ്ടുപിടിക്കണം. നന്ദുവിനെ കാണാണ്ടതിൻ്റെ പിന്നിൽ ആരൊക്കെ ചേർന്നിട്ട് നടത്തിയ നാടകം തന്നെയാണ് എന്നൊരു കാര്യം എന്തായാലും ഉറപ്പിക്കുന്നുണ്ട്. പിന്നീട് ഐസക്കിനോട് ഇസബെല്ല ആ കാര്യം തുറന്നു പറയാണ്. അതായത് നന്ദനെ തട്ടിക്കൊണ്ടുവന്നത് ഞാനാണ്. അവനിപ്പോൾ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇനിയിപ്പോൾ അവനെ കാണാൻ വേണ്ടിയടക്കം അവരെല്ലാവരും എന്നോട് യാചിക്കും എന്നെല്ലാം പറയുന്ന സമയത്ത് കാര്യത്തിന്റെ സീരിയസ്നെസ് ഇസബെല്ല പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഇസബെല്ല എന്നുണ്ടെങ്കിൽ കാര്യമാക്കുന്നില്ല. എന്നോടുള്ള അവന് കുറച്ച് വിശ്വാസമുണ്ട്. അതെല്ലാം തന്നെ ഞാൻ മുതലെടുക്കും. ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് കിട്ടുന്നത് വരെ ഞാൻ അവനെ വെറുതെ വിടില്ല എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഐസക്കാന്നുണ്ടെങ്കിൽ ഇസബെല്ല ഇതെല്ലാം തന്നെ വലിയൊരു കളിയാണ്. അവനെ പറ്റിയിട്ട് അന്വേഷണം വന്നാൽ അത് നിന്നെ തന്നെയാണ് ബാധിക്കാൻ പോകണത്. എന്തായാലും അവൻ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കീഴടങ്ങാതെ പറഞ്ഞാണ്. ഇതേ ദിവസം അവനെ കാണാണ്ടായാൽ എല്ലാ അന്വേഷണവും ചുറ്റിത്തിരിഞ്ഞ് നിന്റെ അടുത്തേക്ക് തന്നെ വരും. പിന്നെ ഇത് വലിയ കേസാവും എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇസബെല്ല എന്നുണ്ടെങ്കിൽ ചിരിച്ചിട്ട് അതിനെ തള്ളിക്കളിയാണ്. ദേവിക എന്നുണ്ടെങ്കിൽ സഹായത്തിനായിട്ട് ഗിരീഷിനെയും മുരളിയൊക്കെ തന്നെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. നന്ദു ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല, ഇതിന്റെ പുറകിൽ ആരൊക്കെയുണ്ട് എന്നെല്ലാം പറയാണ്. ഏതായാലും മുരളിയുടെ ഒരു അന്വേഷണം തന്നെ ഇതിൽ വരുന്നുണ്ട്. എല്ലായ്പ്പോഴും മുരളിയുടെ ഒരു സഹായം ദേവികയ്ക്കുണ്ട്. ഇവിടെയും മുരളിയും ഗിരീഷും കൂടി നന്ദനെ എന്തായാലും കണ്ടുപിടിക്കും. ഇതിന്റെ ഇടയിൽ അരുന്ധതിക്കാന്നുണ്ടെങ്കിലും നല്ല ടെൻഷൻ ആവുന്നുണ്ട്. ഋഷി പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ ഓർത്തിട്ട് ആകെ പേടിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. തന്റെ മകൻ വഞ്ചനയ്ക്ക് മേലെ വേറെന്തെങ്കിലും കുറ്റത്തിന് സാക്ഷിയാവോ എന്നൊരു കാര്യം ഓർത്തിട്ട് അരുന്ധതി എന്നുണ്ടെങ്കിൽ നല്ലോണം പേടിക്കുകയാണ്. ഹരിവക്കീലിനായാലും ഒരു കാര്യത്തിൽ നല്ല ഡൗട്ട് ഉണ്ട്. അതായത് ഋഷി ഒരിക്കലും മരിച്ചിട്ടില്ല. മരിച്ചു എന്ന് പറഞ്ഞിട്ട് നന്ദനെ ഇവരെല്ലാവരും ചേർന്നിട്ട് പേടിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ചുരുള് ഇന്ന് അഴിക്കണം. പക്ഷെ നന്ദൻ ഒരിക്കലും തനിച്ച് ഇങ്ങനെ എവിടേക്കും മാറി നിൽക്കില്ല. ഇതിന്റെ പുറകിലും ഐസബെല്ല അല്ലാന്നുണ്ടെങ്കിൽ മറ്റാരുടെയോ നാടകം തന്നെയാണ് ഇതിന്റെ പുറകില്. എന്തായാലും വരാൻ പോണ എപ്പിസോഡ്സിൽ ഹൈസാറെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും തെളിയിക്കും. ശാരിക എന്നുണ്ടെങ്കിൽ ഇതേ സമയം കെവിനെ കാണാൻ പോകുന്നുണ്ട്. എപ്പോഴത്തെയും പോലെയല്ല, നല്ല ദേഷ്യത്തിൽ തന്നെ സംസാരിക്കുകയാണ്. നന്ദേട്ടനെ കാണാതായതിന്റെ പിന്നില് കെവിനേട്ടന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നെല്ലാം ഇങ്ങനെ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. കെവിനെന്നുണ്ടെങ്കിൽ ശാരികയുടെ ഈ ഒരു മുഖം കണ്ടിട്ട് ആകെ പേടിക്കുകയാണ്. എന്താ പറയേണ്ടത് പോലും അവനെന്നുണ്ടെങ്കിൽ അറിയണില്ല. ഇനിയിപ്പോ എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ അത് ഇസബെല്ലെ ചതിക്കണ പോലെയാവും. പക്ഷെ ഇനി ഒന്നും തന്നെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഞാനും ഒരു കുറ്റവാളിയായാല് ശാരിക എന്നെ വിട്ടു പോകും എന്നൊരു ഭയം കെവിന്റെ ഉള്ളില് നല്ലോണം തന്നെ ഉണ്ട്. അപ്പൊ വരാൻ പോണ എപ്പിസോഡ്സിന്റെ റിവ്യൂസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.